അങ്ങേരെങ്ങാനും തട്ടിപ്പോയാ ഞാൻ കൊലക്കേസിൽ പ്രതിയാവുമല്ലോ ഭഗവാനെ. ഡോക്ടറുടെ ടെൻഷൻ കണ്ടിട്ട് കാറ്റ് പോയെന്നാ തോന്നുന്നു. എന്തായാലും ഒരു ആശ്വാസമുണ്ട്. നടന്നതെന്താണെന്ന് എനിക്കും അമ്മയ്ക്കും അല്ലാതെ വേറെ ആർക്കും അറിയില്ല. ആക്ച്വലി ഇദ്ദേഹം തനിച്ച് മറിഞ്ഞു വീണതാണോ അതോ അടിപിടി വല്ലതാണോ? ഏയ് അങ്ങനൊന്നുമില്ല ഡോക്ടർ. ഫേസ് വാഷ് ചെയ്യാനായിട്ട് ബാത്റൂമിൽ ഒന്ന് കയറിയതാ. ഞങ്ങള് പുറകെ ചെന്ന് നോക്കുമ്പോ നിലത്ത് കിടക്കുന്നതാ കണ്ടേ. അല്ലേ മേ? പൾസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. സ്കാനിങ് വേണ്ടി വരും. നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നേ. ഡോക്ടർ കുഴപ്പമൊന്നുമില്ലല്ലോ? വിശദമായിട്ട് നോക്കിയാലേ പറയാൻ പറ്റൂ. നിങ്ങൾ പുറത്തേക്ക് നിൽക്കേ. അമ്മ, അച്ഛന് കുഴപ്പമൊന്നും സംഭവിക്കില്ല. അമ്മ വാ വാ. ഇവിടെ ഇരിക്കെ. എന്തൊക്കെ കള്ളത്തരങ്ങളാടി നീ ആ ഡോക്ടറോട് പറഞ്ഞത്? ആ മനുഷ്യന്റെ കാല് വാരി നിലത്തിട്ടതും പോരാഞ്ഞ് ബാത്റൂമിൽ തെന്നി വീണുന്ന് കള്ളം കൂടി പറഞ്ഞല്ലേ? പിന്നല്ലാത്ത സത്യം വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കണോ? ഞാൻ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ വലിയ ഗൂഢാലോചനയൊന്നും അല്ലല്ലോ ഇത്. മനുഷ്യൻ ടെൻഷനിൽ നിൽക്കുമ്പോ വെറുതെ ചൊറിയാൻ വരരുത്. വീട് വിട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോവാനാ. ഇനി എന്റെ വീട്ടിൽ നിന്നും ഞാൻ ഇറങ്ങിയ ഞാൻ ചെന്ന് കയറേണ്ടത് ഈശ്വരമംഗലത്തേക്കായിരിക്കണം. അതിന് തടസ്സം നിൽക്കുന്നത് ജന്മം നൽകിയ തന്തയായാലും ശരി, ഒരനുകമ്പേ ശിവാനി കാണിക്കൂല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആര് വന്ന് ചോദിച്ചാലും വാഷ്റൂമിൽ കാല് തെറ്റി വീണുവെന്ന് മാത്രമേ പറയാവൂ. കേട്ടല്ലോ? എന്താ തള്ളരെ നോട്ടത്തിലൊരു വശപശക ലക്ഷണം? കെട്ടിയനോട് അമിതമായ വല്ല സ്നേഹം തോന്നുന്നുണ്ടോ? നോക്ക്, താലി കെട്ടിയവനോടുള്ള സ്നേഹം മൂത്തിട്ട് സത്യമെങ്ങാനും വിളിച്ചു പറയാനാണ് ഉദ്ദേശം എങ്കിൽ ഇതേ ആശുപത്രിയിൽ അമ്മയ്ക്കൊരു ബെഡ് കൂടി ഞാനങ്ങ് ബുക്ക് ചെയ്തിടും. ഓർത്തോ? സൂപ്പർ ആയിട്ടുണ്ടല്ലോ. പുറം കാഴ്ച ഗംഭീരം. അകത്ത് വേണ്ട സൗകര്യങ്ങളൊക്കെ കാണുമല്ലേ? ഞാൻ കണ്ടിടത്തോളം എനിക്ക് ബോധ്യായി. ഇത് നോക്കി നടത്താനുള്ള ഉത്തരവാദിത്വം നിനക്കാ. വേണമെങ്കിൽ അകത്ത് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അഡ്വാൻസ് കൊടുത്താൽ മതി. ഗൗതവും പ്രണവും വന്ന് കണ്ടതല്ലേ? നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലാത്തവരൊന്നും അല്ലല്ലോ. വലിയ ബിൽഡേഴ്സ് അല്ലേ? അതുകൊണ്ട് എനിക്ക് കാണണമെന്ന് ഒരു നിർബന്ധമില്ല. എന്തായാലും മുഹൂർത്തം തെറ്റാതെ അഡ്വാൻസ് കൊടുക്കാം. സോമശേഖരൻ സാറ് വന്ന് ചടങ്ങ് കഴിഞ്ഞാൽ നീ അകത്ത് കയറിയിട്ട് മൊത്തത്തിലൊക്കെ ഒന്ന് നോക്ക്. ആർക്കിടെക്റ്റിനെ കൊണ്ട് കുറെ ചേഞ്ചസ് ഒക്കെ വരുത്താനുണ്ട്. എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, അത് നമുക്ക് ചെയ്യാം. നമ്മൾ എത്തുന്നതിന് മുൻപ് എത്തുമെന്നല്ലേ സോമശേഖരൻ സാർ പറഞ്ഞത്? എന്നിട്ട് പുള്ളിയെ കാണുന്നില്ലല്ലോ. ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കേ. ആ, ഹലോ സാർ, ഞങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സാർ എവിടെ എത്തി? ആ, ഓക്കെ ഓക്കെ ഓക്കെ. പുള്ളിക്കാരനും എത്തി. എന്തായാലും ഒരുപാട് അലയാതെ നമുക്ക് സൗകര്യപ്രദമായ ഒരു ദൂരത്ത് തന്നെ ഇതുപോലൊരു കെട്ടിടം കണ്ടെത്താനായില്ലേ? അത് നമ്മുടെ ഭാഗ്യം.
ഹലോ സാർ. ഹലോ സർ. ഹായ്. നിധി, ഇതാണ് ഈ കെട്ടിടത്തിന്റെ ഉടമ സോമശേഖർ സാർ. ഇതെന്റെ വൈഫ് നിധി. നമസ്തേ. വല്ലാത്ത ട്രാഫിക് ആയിരുന്നു, അതാ ലേറ്റ് ആയത്. അത് സാരമില്ല. കേട്ടോ മാഡം, ഈ കെട്ടിടം എനിക്ക് ഒരുപാട് ആത്മബന്ധമുള്ള ഒന്നായിരുന്നു. എന്നിട്ടും ഞാനിത് വിൽക്കാൻ തീരുമാനിച്ചത് എനിക്കൊരു സർജറി ആവശ്യമായിട്ട് കുറച്ചധികം പണം വേണ്ടി വന്നതുകൊണ്ടാ. ഞാനൊരു എമൗണ്ട് സാറിനോട് പറഞ്ഞു. തിരിച്ച് സാർ എന്നോട് പറഞ്ഞത് എനിക്കൊരു അനാഥാലയം തുടങ്ങാനാണെന്നും ഇത്ര എമൗണ്ട് ആണെങ്കിൽ ബിസിനസ് ഉറപ്പിക്കാമെന്നും പറഞ്ഞു. പിന്നെ ഞാൻ മറുത്തൊരു വാക്കും പറഞ്ഞില്ല. അല്ലേ സാറേ? ആ, അത് ശരിയാ. ബാർഗനിങ് ഇല്ലായിരുന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഈ കെട്ടിടം ഒരുപാട് അനാഥർക്ക് അഭയം നൽകുമെന്നറിഞ്ഞപ്പോ വല്ലാത്ത സന്തോഷം തോന്നി എനിക്ക്. നിങ്ങളെപ്പോലെ 100 എറിഞ്ഞ് 1000 കൊയ്യുന്ന ബിസിനസ്സുകാരൊക്കെ ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അപൂർവമാണ് സാർ. ഇപ്പൊ തന്നെ ഞാൻ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു സർ. ഇതങ്ങ് മാഡത്തിന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് തന്നു എന്ന് കരുതി എന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കളയരുത്. എന്റെ ഹാർട്ട് സർജറിയൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൊപ്പം നിന്ന് ചെയ്യാൻ ഒരവസരം അതെനിക്ക് തരണം. ഉറപ്പായും തരും സർ. സാറിന്റെ പൂർണ്ണമായ സഹകരണം നമുക്ക് വേണം. എങ്കിൽ പിന്നെ നമുക്ക് അഡ്വാൻസ് കൈമാറിയല്ലോ സർ. മുഹൂർത്തം തെറ്റിക്കണ്ട, ചടങ്ങ് നടക്കട്ടെ. അത് കഴിഞ്ഞ് മാഡത്തിനകത്തേറെ കാണാം. നിധി, സാറിന് ചെക്ക് കൊടുക്കും. അയ്യോ, ഗൗതം തന്നെ കൊടുത്താ പോലെ. നമ്മൾ ആരംഭിക്കുന്ന ഈ അനാഥാലയത്തിൽ മുൻഗണന കൊടുക്കുന്നത് സ്ത്രീകൾക്കാ. നിധിയാണ് ഇതിന്റെ ചുമതല വഹിക്കുന്നത്. അപ്പൊ നീ തന്നെ അഡ്വാൻസ് കൊടുക്ക്. ദാ. വരൂ സാർ. മാഡം ഉൾവശമൊന്നും കണ്ടിട്ടില്ലല്ലോ. ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, ഒന്ന് കണ്ടിട്ട് പോവാ. വരൂ.